സുജൂദിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അസ്ഥികൂട്ടം. അതിന് തൊട്ടടുത്തായ ഒരു മരത്തിൽ ഒരു മോതിരം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ചിത്രമാണ് ഇപ്പോൾ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്നത്. വടക്കൻ ഗസയിൽ സേവനമനുഷ്ഠിക്കുന്ന മുസ്തഫ നഈം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അതോടൊപ്പം ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഹൃദയഭേദകമായ ചില കുറിപ്പുകളും ആ ചിത്രത്തോടൊപ്പം അദ്ദേഹം പങ്കുവച്ചു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചോരക്കൊതിയന്മാരായ ചില ഇസ്രായേൽ സൈനിസ്റ്റുകളുടെ ആക്രമണത്തിൽ ഈ സഹോദരന് വെടിയേൽക്കുന്നത്. വെടിയേറ്റ് ചോരയിൽ വാർന്നൊലിച്ചു കിടന്ന ആ സഹോദരൻ 3 ദിവസത്തോളം അവിടെ കിടന്നു. അവസാനം ഇനിയൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ, തന്നെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല എന്ന് മനസ്സിലാക്കിയ ആ സഹോദരൻ തന്നെ സൃഷ്ടിച്ച പടച്ചിറമ്പായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവസാനമായി സുജൂദിലേക്ക് പോവുകയാണ്. ആ സുജൂദിൽ വെച്ചുകൊണ്ട് ആ സഹോദരൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയതാകട്ടെ ആ സഹോദരൻ്റെ വെറും അസ്ഥികൂടങ്ങൾ മാത്രമാണ്. പക്ഷെ ആ അസ്ഥികൂടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹം അവസാനമായിട്ട് സുജൂദ് ചെയ്ത അതേ അവസ്ഥയിലായിരുന്നു. എന്നെങ്കിലും ഒരു ദിവസം തൻ്റെ കുടുംബക്കാരും പ്രിയപ്പെട്ടവരുമൊക്കെ തന്നെ തിരക്കി വരാൻ വേണ്ടി, തന്നെ കണ്ടെത്താൻ വേണ്ടി ഒരു അടയാളമായിട്ടായിരുന്നു ആ മരത്തിൽ അദ്ദേഹം ആ ഒരു മോതിരം തൂക്കിയിട്ടത്. നോക്കൂ, എത്ര ഹൃദയഭേദകമായ ഒരു സംഭവമാണിത്. ഇത്രത്തോളം ക്രൂരതകൾ ഇസ്രായേൽ സയന്റിസ്റ്റുകൾ ഗസയിലെ ജനങ്ങൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിറ്റു മനുഷ്യത്വം പോലും ഇല്ലാതെ ഇത്രയധികം ക്രൂരതകൾ ആ ഗസയിലെ ജനങ്ങളോട് ഇസ്രായേൽ സയന്റിസ്റ്റുകൾ കാണിക്കുമ്പോഴും ആ ഇസ്രായേൽ സയന്റിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാറ്റിനും നാളെ മറുപടി പറയേണ്ടി വരും. എത്രയെത്ര ധിക്കാരികളും സ്വേച്ഛാധിപതികളുമായ ഭരണാധികാരികൾ അവർ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് മറുപടി കൊടുത്ത അതേ കാലം, ആ കാലം ഇവരോടും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല.